മന്ത്രിസഭാ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. UDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ചീഫ് സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥ സ്ഥലംമാറ്റ നടപടികളിലെ മന്ത്രിമാരുടെ അതൃപ്തിയും മലബാറിലെ +2 സീറ്റ് പ്രതിസന്ധിയും ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാന സർക്കാരിന്റെ നിർണായക മന്ത്രിസഭാ യോഗം ഇന്ന് നടക്കും. സാധാരണയായി ബുധനാഴ്ചകളിൽ ചേരാറുള്ള യോഗം ബക്രീദ് അവധി പ്രമാണിച്ചാണ് ഇന്നത്തേക്ക് മാറ്റിയത്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രായ വരുമാന പരിധികളില്ലാതെ UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രായ വരുമാന പരിധികളില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കുന്ന കാര്യം ഇന്നത്തെ യോഗം വിശദമായി ചർച്ച ചെയ്യും. ജൂൺ 15 മുതൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വകുപ്പ് മന്ത്രിമാരുമായി വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെ IAS ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയതിലുള്ള അതൃപ്തി ഇന്നത്തെ യോഗത്തിൽ മന്ത്രിമാർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചേക്കും. റവന്യൂ മന്ത്രി അറിയാതെയാണ് കളക്ടർമാരെ മാറ്റിയതെന്നും വ്യവസായ സെക്രട്ടറിയുടെ നിയമനം വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കളക്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചില മന്ത്രിമാർക്ക് കടുത്ത വിയോജിപ്പുണ്ടെന്നാണ് സൂചന. മലബാർ മേഖലയിലെ ഹയർ സെക്കൻഡറി ബാച്ചുകളുടെയും സീറ്റുകളുടെയും കുറവ് പരിഹരിക്കുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും. ഈ മാസം 29-ന് നിയമസഭയിൽ ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ക്യാബിനറ്റ് ഇന്ന് അംഗീകാരം നൽകും. മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിക്ക് തിരിക്കും. നാളെയാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ വിവിധ വികസന കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായും മറ്റ് കേന്ദ്ര മന്ത്രിമാരുമായും നടത്തുന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ചർച്ച ചെയ്യും. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.